ഭാസ്കര കാർണവർ വധക്കേസ് പ്രതി ഷെറിൻ ജയിൽ മോചിതയായി. ചെങ്ങന്നൂർ ഭാസ്കര കാർണവർ വധക്കേസ് പ്രതി ഷെറിൻ ജയിൽ മോചിതയായി. പരോളിലിറങ്ങിയിരുന്ന ഷെറിൻ വ്യാഴാഴ്ച വൈകിട്ട് കണ്ണൂർ വനിതാ ജയിലിലെത്തി ജയിൽ മോചനത്തിനുള്ള നടപടികൾ തീർത്തു. ഷെറിനടക്കം 11 പേർക്ക് സംസ്ഥാനത്ത് ശിക്ഷ ഇളവ് നൽകി ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്ന് മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ മോചനം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മന്ത്രിസഭാ തീരുമാനം അംഗീകരിച്ചതിന് പിന്നാലെയാണ് ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത്. ഷെറിന് ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കണമെന്ന സർക്കാർ ശുപാർശ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ഇവർക്ക് അടിക്കടി പരോൾ കിട്ടിയതും ജയിലിൽ സഹതടവുകാരുമായി ഏറ്റുമുട്ടലുണ്ടായ സംഭവം പുറത്തുവന്നതും സർക്കാർ ശുപാർശയ്ക്ക് ശേഷവും ജയിലിൽ പ്രശ്നം സൃഷ്ടിച്ചതും വലിയ ചർച്ചയായിരുന്നു. ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള ശ്രമം നീണ്ടതോടെ ഷെറിന് സർക്കാർ പരോൾ അനുവദിച്ചിരുന്നു. ശിക്ഷ ഇളവ് ശുപാർശയ്ക്ക് പിന്നാലെ സർക്കാരിലെ ഉന്നതതല ഇടപെടലിലൂടെയാണ് പരോൾ ലഭിച്ചതെന്ന് ആക്ഷേപം ഉയരുകയുണ്ടായി. 14 ദിവസത്തെ ശിക്ഷാ കാലയളവിൽ 500 ദിവസം ഇവർക്ക് പരോൾ ലഭിച്ചിട്ടുണ്ട്. 14 വർഷത്തെ ശിക്ഷാ കാലയളവിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്ന കാലത്ത് പരോൾ അനുവദിക്കാൻ നിയമതടസ്സമുണ്ടെങ്കിലും ഷെറിന് ആദ്യം 30 ദിവസവും പിന്നീട് ദീർഘിപ്പിച്ച് കൂടുതലായി 30 ദിവസവും പരോൾ ലഭിച്ചിരുന്നു. ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് ശിക്ഷാ ഇളവ് ശുപാർശ എന്നായിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ നിലപാട്. എന്നാൽ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള മന്ത്രിസഭാ തീരുമാനം വന്നതിനു പിന്നാലെ കണ്ണൂർ ജയിലിലെ സഹതടവുകാരിയെ കയ്യേറ്റം ചെയ്തതിന് പോലീസ് കേസെടുത്തിരുന്നു. 2009 നവംബർ 8-നാണ് ചെറിയനാട് കാർണവേഴ്സ് വെല്ലയിലെ ഭാസ്കര കാർണവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഭാസ്കര കാർണവരുടെ മകന്റെ ഭാര്യയായ ഷെറിനായിരുന്നു കേസിലെ 1-ാം പ്രതി. ഷെറിന്റെ ആൺസുഹൃത്ത് കുറിച്ചി സ്വദേശി ബാസിത്ത് അലി, ഇയാളുടെ കൂട്ടാളികളായ കളമശ്ശേരി സ്വദേശി നിധിൻ, ഏലൂർ സ്വദേശി ഷാനു റഷീദ് എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ. ഭാസ്കര കാർണവരുടെ സ്വത്തിൽ ഷെറിനു കൂടി അവകാശമുണ്ടായിരുന്ന ധനനിശ്ചയാധാരം കാർണവർ റദ്ദു ചെയ്തതിലെ പകയും ബാസിത്ത് അലിയുമായി ഒരുമിച്ച് ജീവിക്കുന്നതിനുമാണ് പ്രതികൾ കുറ്റകൃത്യം നടത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്.